എല്ലാവർക്കും ഇത് ചിലപ്പോൾ പിടിച്ചു തരില്ല. നമ്മൾ ഈ പൊതുവെ ഗ്രൂപ്പിൻ്റെ എല്ലാവരും നമ്മൾ എൻ്റെ ഒരു കാര്യം പറയാം, വീട്ടിലെല്ലാം നമ്മൾ എല്ലാവരും ഓരോ വ്യക്തികളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ എപ്പോഴും ഗ്രൂപ്പിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്കൊന്നും ചിലപ്പോൾ ഇത് ഇഷ്ടമാവില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ പറയുമ്പോഴൊക്കെ അവർക്ക് അങ്ങനെയാണ്, എൻ്റെ ഏട്ടനിക്ക് ഇനി എൻ്റെ അടുത്ത് ഇഷ്ടമാണ്, മറ്റേട്ടന് ഇഷ്ടമാണെന്ന് പറയില്ല. പക്ഷെ അതെല്ലാം വെറുതെ എനിക്ക് ശരിക്കറിയാം, എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത്. പക്ഷേ അങ്ങനെ എല്ലാവരോടെല്ലാം ഒന്ന് കൈവന്തിക്കാൻ പറഞ്ഞാൽ പൊതുവെ ഗ്രൂപ്പിൻ്റെ കുടുംബത്തിലായാലും എപ്പോഴും നിങ്ങൾ ഇനി നിങ്ങളുടെ കൂട്ട് വന്നിരിക്കുന്നു. ഇനി ആർക്ക് വേണമെങ്കിലും സംസാരിക്കുകയോ പട്ടോടെ എന്തൊക്കെ ചെയ്യാം. ആരും ഇങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാനുള്ള ഓർമ്മകൾ പറഞ്ഞു, കാരണം തുറന്നു പറയാനൊരു അവസരമാണ്. ഇങ്ങനെ ഒരു അവസരം നമുക്കിനി കിട്ടൂല, പരസ്പരം സംസാരിക്കാൻ എല്ലാവരെയും ഇതുപോലെ ഒന്നിച്ച് കിട്ടൂല. പ്രതീക്ഷയാണ് ഇനി കിട്ടുമല്ലോ എന്ന്, നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നെന്തെങ്കിലും പറയാണ്ടേ ഇന്ന് തന്നെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോവാം. ഓക്കെ, അത്രയും കാര്യത്തിൽ പറയാനുണ്ട്. എന്നിട്ട് ഞാനിത് പറഞ്ഞ എനിക്ക് വിശ്വാസമില്ല, ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നില്ല. സുഖമായിട്ട് രാജു വന്നു, അപ്പം രാജു വന്നു ഞാൻ വിശ്വസിക്കും. അങ്ങനെയാണ്, അല്ലാതെ എനിക്ക് ഫോട്ടോ ഞാനാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കും. കാരണം ആ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ആർക്ക് വന്നു. അപ്പോൾ അതിലുണ്ടത് ഞാനൊരു ഏറോ മാർക്കിൽ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന വിളിച്ചു. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോ അപ്പോൾ അങ്ങനെ എത്തിപ്പെടാം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അല്ലെങ്കിൽ ഒരു ആശയം മനസ്സിൽ വന്ന് അവരെ പ്രത്യേകിച്ചിട്ടും അഭിനന്ദിക്കുകയാണ് ഇവരൊക്കെ തന്നെ. കാരണം നമ്മുടെ ആ ഒരു സ്കൂളിനെ നമ്മൾ പഠിച്ചു വളർന്ന നമ്മളാക്കിയ ചിലർക്കൊക്കെ ഇതൊക്കെ തോന്നുമ്പോൾ തോന്നും എന്ത് ഇതെല്ലാം. നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ ശരീഫിൻ്റെ കൂടുതലായിട്ട് ആരും സഹായിക്കാൻ പറ്റില്ല. നമുക്ക് ഏതാണ്ട് ഈ പരിപാടി വലിയ വിജയമല്ലെങ്കിലും ഏതാണ്ട് ഉദ്ദേശിച്ച ഏതാണ്ട് 3-4 ആൾക്കാരുടെ പേര് കുറവുണ്ടെങ്കിൽ ഏതാണ്ട് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി പിന്നെ ഞാൻ അധികപ്പെടവില്ല എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എല്ലാത്തിനും പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ വിളിച്ചറിഞ്ഞ ഒഴിവായതാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ള എല്ലാവരെയും എന്ന് വെച്ചാൽ ഞാൻ ചമ്പാട്ടി തന്നെ വരാറുണ്ട്, പക്ഷെ അധികം ആളെയും കാണാറില്ല. പിന്നെ പ്രവീൺ ആദ്യം ഞാൻ ഒരുമിച്ചാണ് കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഒരുമിച്ച് പഠിച്ച്, അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടാളും ഒരുമിച്ച് TTC കഴിഞ്ഞ് നമ്മുടെ സംഗമം വേറെ ഉണ്ടായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണലും വിളിക്കലും ഒക്കെ ഉണ്ട്. പിന്നെ അധികം ആളെ പിന്നെ ശൈലേനെയാണ് കാണൽ. എൻ്റെ സബ് ജില്ലയിലൊരു അധ്യാപികയാണ്. അപ്പോൾ ശൈലയോട് ഞാൻ അന്ന് നമ്മുടെ ഒരു സംഗമം ഉണ്ടായിരിക്കുന്ന സമയത്ത് ശൈല പറഞ്ഞു, നമുക്കൊരു 10ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് തുടങ്ങണ്ടേ ശൈല, അപ്പോൾ നീ നമ്പറിൽ സംഘടിപ്പിക്കുന്നു പറഞ്ഞു. അതിന് ശേഷം അന്ന് ഷീനയുടെ ഗ്രൂപ്പ്. അപ്പം ഈ ആദ്യം തന്നെ ഞാൻ ഷീനേനെ അഭിനന്ദിക്കുകയാണ്. കാരണം 7ാം ക്ലാസ് വരെ ഞങ്ങൾ അവിടെ പഠിച്ചെങ്കിലും അതുമായിട്ട് ബന്ധമില്ലാതെ പല ദേശങ്ങളിലാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് ഞാൻ ആരെയും കണ്ടൊന്നും ഓർത്തൊന്നുമില്ല. പക്ഷേ 1-2 മോഹങ്ങളെല്ലാം ഓർമ്മയുണ്ട്. ഒരാളെൻ്റെ നാട്ടുകാരിയാണ്, അതുകൊണ്ട് തന്നെ ഓർമ്മയുണ്ട്. പിന്നെ അജയനെ ശരിക്കും കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ആരിസിനെ പിന്നെ നേരത്തെ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ എല്ലാവരെയും കണ്ടതൊരു സന്തോഷം. പിന്നെ 7ാം ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ടൊന്നും ഓർമ്മയില്ല, എല്ലാം ഒരു ഛായാചിത്രം പോലെ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി. ഗ്രൂപ്പ് സംഘടിപ്പിച്ചത് സ്നേഹാദരം. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് തുടങ്ങിയ അഡ്മിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്നത്തെ ഈ സംഗമത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്ത 3-4 പേരുണ്ട്. രാജമാഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഓരോരോ നമ്മളെ മക്കളൊക്കെ അവരുടെ ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ട് ഗെറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കും ഒരു അവസരം വന്നെത്തിയിരിക്കുകയാണ്. തീർത്തും അവിചാരിതമായിട്ട് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെയൊരു കൂടിച്ചേരൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. എന്തുകൊണ്ടും നല്ല തന്നെയാണ് 7ാം ക്ലാസ്സിൻ്റെ ഈ കൂട്ടായ്മ. ഇപ്പോൾ നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ 10ാം പാനൂർ ഹൈസ്കൂളിൽ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട് ഓരോ വർഷത്തെയായിട്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ അത്രയത് വായിച്ച് മനസ്സിലാക്കി അതിന് ചേരണം എന്നുള്ളൊരു മനസ്സ് ഇല്ല. ഇപ്പം നമ്മുടെ ആ നാടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേര് ഒരു 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 80ഓളം പേരാണ് വരിക. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാൻ
വിദ്യാർത്ഥികളെ ഞാൻ ശരിക്കും ഭാഗ്യവതിയാണ്. നിങ്ങളെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ വന്നിട്ടാണൊക്കെ കഴിഞ്ഞതിൽ പറയാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ 7ാം ക്ലാസ് വരെ പഠിക്കാൻ ടീച്ചറാവുന്നതായി പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ആരും ചോദിച്ചപ്പോൾ ക്ലാസ് ടീച്ചർ ചോദിച്ചപ്പോൾ ടീച്ചറാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ടീച്ചറാവുന്നത്. എൻ്റെ സാധ്യത എങ്ങനെയായിരുന്നു? അച്ഛനെ കൂടി പണിയാണ്. കുറച്ച് ദിവസം പഠിപ്പിക്കുമെങ്കിൽ അത് പൈസ ഇല്ല, അത്രയും കാര്യത്തിൽ സമയമാണ്. അപ്പോൾ ഇങ്ങനെ തോട്ടുകാരെ പഠിച്ചോണ്ടുള്ളൊരു അച്ഛൻ പറയും. തോട്ടുകാരെ പഠിച്ചതൊക്കെ അങ്ങനെ പഠിച്ച് SSLC കഴിഞ്ഞ് SSLCക്കും എനിക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സമയങ്ങളിൽ ഒരു പുസ്തകം എന്ന് പറയുന്ന സംഭവം പോലുമില്ല. അത് നമ്മൾ പഠിക്കാനും നമ്മളിതായിട്ട് ആഘോഷിക്കുന്നില്ല ആ സമയത്ത്. എന്നേക്കാൾ താഴത്തെ നിങ്ങൾ ഈ പല മുഖങ്ങളും കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് തലശ്ശേരി വരിക. അവിടെ ഇവിടെയും വരാം. പിന്നെ അവനെ ഒന്നിച്ച് പഠിച്ചതാണ് എൻ്റെ മൂത്തമ്മൻ്റെ മോള് ഷൈനി. ആ ചോദാരി സ്കൂളിൻ്റെ കുത്തനെയുള്ള കോണിയാട്ടം തൊട്ട് കഴിഞ്ഞാൽ എന്നെ കയ്യിൽ കോണി ഇങ്ങനെ ബലമായി ആ തടിച്ച ഷൈനിൻ്റെ വിരലുകളിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വിരിച്ചു കൊടുക്കും. എവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ അടിയെ വിരിച്ചു പോകും. വിരിച്ചു പോയ പരിപാടി ഇന്നും നീ എൻ്റെ കൂടെ തന്നെ വരണം. അങ്ങനെയാണ് നമ്മളൊരു ചെറിയൊരു ചടങ്ങ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു പരിചയങ്ങളൊന്നുമില്ല. 44 വർഷങ്ങൾക്ക് മുമ്പിട്ടുള്ള ആളോടാണ് ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് സംസാരിച്ചതെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ മഹത്വം ആരെയും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചമ്പാട് വിട്ടിട്ട് വേറെ മുന്നോട്ട് പോകുന്ന സ്ഥലത്താണ് ഒരാളെ കാണില്ല. ഒരു ദിവസം ബസ്സിൽ വെച്ചിട്ട് ഞാൻ അച്ഛനെ കണ്ടിടക്കെ അപ്പോൾ വിനോദിനെ കാണുന്നുണ്ട്. ഒരു ദിവസം ബാഗിൽ വെച്ചിട്ട് ശ്രീലതയെ കണ്ടത്. ഞാൻ വലിയൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണ് ശ്രീലതയെ കണ്ടത്. എനിക്ക് സംസാരിക്കാൻ പറ്റി. അതിനുശേഷം ഈ ഗ്രൂപ്പ് വിപുലമായി തുടങ്ങി. ആദ്യം ഈ ഗ്രൂപ്പ് പിന്നെ ഈ ഗ്രൂപ്പിൽ ആളുകളുണ്ടായിരുന്നു. അവരെ കഹാനിയായി അവരെ കഥാചാരങ്ങളും അവർ സ്കൂൾ പഠിക്കാൻ പോകുന്ന സമയത്ത് അതെന്താണെന്ന് വെച്ചാൽ ഈ ആൺകുട്ടികളുടെ പുസ്തകത്തിൽ ഇത്ര ഫ്രീഡോ എല്ലാ കാര്യത്തിലും ഞാൻ ഇതുവരെ ഗ്രൂപ്പിൽ പാട്ട് പാടിയിട്ടില്ല. കുറേ ഗ്രൂപ്പുണ്ട് പാട്ട് പാടാൻ പേര്. പക്ഷെ ഇതിന് നമുക്ക് എന്തു പാടാം എന്തു പറയാനല്ല, നമ്മൾ കുട്ടിത്തത്തിലുള്ള ആ വർത്താനം നമുക്ക് എന്നും പറയാം. പിന്നെ എല്ലാവരും പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാം, എല്ലാവരും ഗ്രൂപ്പിൽ സജീവമാവുക. പിന്നെ ചിലപ്പോൾ ഞാൻ ഒരു ദിവസം 2 ദിവസം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 600 മെസ്സേജ് ഉണ്ടാകും. പക്ഷേ ഞാൻ ഇങ്ങനെയെങ്കിലും ഇരുന്ന് വായിക്കും. എൻ്റെ ഇഷ്ടമാണ്. എന്തെന്ന് പറഞ്ഞാലും അത് വായിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 1 മണി വരെ ചിലപ്പോൾ ഡോക്ടറിലേക്ക് പറയുന്ന കവിയേട്ടൻ പറയും ഇത് തീർന്നില്ലേ വായിച്ചിട്ട് നമ്മളില്ല. പക്ഷെ ഒരു പരാതിയില്ല. ഇന്ന് വരെ ആർക്കും നെഗറ്റീവ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല. അത് എന്തോ ഒരു എന്ന് വെച്ചാൽ ഈ രാത്രി നേരത്തായാലും പകൽ നേരത്തായാലും എന്തെങ്കിലും ആവശ്യം ഇപ്പോൾ ചായ വേണമെന്ന് തോന്നിയാൽ തന്നെ ഞാൻ ഇത് വായിക്കുന്ന അന്നത്തെ ചായ കഴിക്കില്ല. അപ്പോൾ ചായക്ക് നിർബന്ധമുള്ള ആൾ വരെ ഈ ഗ്രൂപ്പിലാകുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാൻ വായിക്കാനല്ല ഞാൻ പാടാം. പക്ഷെ പാടുമെന്നറിയണം. എന്തായാലും വായിക്കാനും പാടാനും ആസ്വദിക്കും എനിക്കറിയാം. അത്ര നല്ല വിദ്യയാണ്. എല്ലാവരുടെ സമാധാനത്തോട് കൂടിയിട്ട് നാട്ടുവഴിപ്പാതയിൽ ഒറ്റയ്ക്കു നിന്നപ്പോൾ ഓട്ടുപോയി ഞാൻ എൻ്റെ ബാല്യകാലം. നിഷ്കളങ്ക ഓർമ്മയിലൊരു ശിശിരം ഓമനിക്കാനൊരു ശിശിരം ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ പോസ്റ്റുകളും ഇടുന്നുണ്ട്. എല്ലാ പിന്നെ ഇതും ചിത്രങ്ങളും പോസ്റ്റുകളും എല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 7ാം ക്ലാസ്സിൽ തന്നെയാണ് അന്നും ഇന്നും ഉള്ളത്. ഇന്ന് ഞാൻ ഇവിടെ
കുന്നി എന്നാണ് കോഴിക്കുഞ്ഞ് പറഞ്ഞേത് തോലൂരുമ്പോൾ എന്നാണ് കോഴിക്കുഞ്ഞ് പറഞ്ഞേത് കീറി മുറിക്കുമ്പോൾ എന്താണ് കോഴിക്കുഞ്ഞ് പറഞ്ഞേത് ഓപ്പറേഷൻ